മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാന ബേലൂർ മക്തയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം നാളെയും തുടരും. മണ്ണുണ്ടി കോളനി വനപ്രദേശത്ത് ആന തുടരുന്നതായാണ് വിവരം. ദൗത്യസംഘത്തിൽ 200 അംഗങ്ങൾ പ്രവർത്തിക്കുന്നതായും ഏകദേശം 100 മീറ്റർ അടുത്തുവരെ കാട്ടാനയുടെ സാന്നിധ്യം ലഭിച്ചിരുന്നതായും വനം വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ബേലൂർ മഖ്ന 3-ാം ദിനം ദൗത്യം താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കൃത്യമായ സ്ഥാനത്ത് കൊള്ളാതെ പോയതായിരുന്നു അല്ലേ? അഞ്ജന, ഈ മാനന്തവാടിയിൽ ഭീതി വിതയ്ക്കുന്ന കാട്ടാന ബേലൂർ മക്നയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം നീളുകയാണ്. ദൗത്യം രാത്രിയും തുടരും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ മയക്കുവെടി വെക്കുന്ന സംഘം മാത്രം കാടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർ 13 സംഘങ്ങൾ ആനയെ നിരീക്ഷിക്കുന്നതിനായി ഈ ദൗത്യത്തിന്റെ ഭാഗമായി വനത്തിനകത്ത് തന്നെ തുടരും എന്നാണ് ഇപ്പോൾ CCF അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഒരു തവണ മയക്കുവെടി വെച്ചു, എന്നാൽ അത് ആനയുടെ ശരീരത്തിൽ കൊണ്ടില്ല. ഏറ്റവും പ്രധാനമായും ഇത് ഈ ആന ജനവാസ കേന്ദ്രത്തിനടുത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ആനയെ മയക്കുവെടി വെച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ, അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പ്രധാനമായും കണക്കിലെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുറ്റിക്കാട്ടിനകത്താണ് ഈ ആനയുടെ സഞ്ചാരം. കുറ്റിക്കാട്ടിനകത്തുകൂടെ മാത്രമാണ്. തുറന്ന ഒരു പ്രദേശത്ത് ഇത് എത്തിയാൽ മാത്രമേ സുഗമമായി മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ചെറിയൊരു തടസ്സമുണ്ടെങ്കിൽ പോലും ഈ മയക്കുവെടിയുടെ ഗതി മാറുകയും അത് പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു തുറസായ സ്ഥലത്തേക്ക് എത്തിച്ച് മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയത്. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള ശ്രമം നടത്തി. എന്നാൽ ഈ കുങ്കിയാനകളെ കണ്ട് വളരെ വേഗത്തിലാണ് ബേലൂർ മക്ന ഓടുന്നത് ഈ കുറ്റിക്കാടുകൾക്കിടയിലൂടെ മാത്രമാണ്. തുറസായ സ്ഥലങ്ങളിലേക്ക് ഇത് എത്തുന്നേയില്ല. അതുകൊണ്ടാണ് ഇന്നും ഈ മയക്കുവെടി വെക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത്. ഏതായാലും നാളെ രാവിലെ വീണ്ടും 7 മണിക്ക് മയക്കുവെടി സംഘം വനത്തിനകത്ത് പ്രവേശിക്കുകയും മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. സന്തോഷാണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.